പാർശ്വഫലങ്ങളില്ലാത്ത ഔഷധരഹിത ചികിത്സകളിൽ അമ്മമാർക്ക് പരിശീലനം നൽകുകയും മരുന്നുകളുടെ ദുരുപയോഗം കുറയ്ക്കുകയും ചെയ്യണമെന്ന് മുംബൈ ജഗ്ഭഗവാൻ അക്യുപ്രഷർ സർവീസ് ഇന്റർനാഷണൽ ആചാര്യ ജോർജ് ജേക്കബ് അഭിപ്രായപ്പെട്ടു. ചൈന, അമേരിക്ക, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങൾ പോലും ഔഷധരഹിത ചികിത്സാരീതികളായ അക്യുപ്രഷറിനും അക്യുപഞ്ചറിനും പ്രാധാന്യം നൽകി ജനകീയമാക്കി കഴിഞ്ഞുവെന്നും അദ്ദേഹം പറഞ്ഞു. രാമശ്ശേരി ഗാന്ധി ആശ്രമത്തിൽ സംഘടിപ്പിച്ച കേരളത്തിലെ പ്രമുഖ എനർജി ഹീലറായിരുന്ന അശോക് കുമാറിന്റെ അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തായ്ലാന്റ്, തൈവാൻ, കൊറിയ, ജപ്പാൻ, ചൈന ഈ സ്ഥലങ്ങളിലൊക്കെ അതുകൊണ്ട് ആ സ്ഥലങ്ങളിലെല്ലാം വളരെ ശക്തമായിട്ട് അക്യുപ്രഷർ നടക്കും. അത് കഴിഞ്ഞ് പിന്നെ അത് അമേരിക്കയിൽ എത്തി. അക്യുപ്രഷറും ഉണ്ട്, പിന്നെ ഒരു അക്യുപഞ്ചറും ഉണ്ട്. അക്യുപഞ്ചർ എന്ന് പറഞ്ഞാൽ സൂര്യ ഉപയോഗിക്കും. ആ ചികിത്സയും പിന്നീട് അതങ്ങ് വ്യാപിച്ചു. അത് കൂടുതലും ഒരു ശാസ്ത്രീയമായി സിസ്റ്റമാറ്റിക് ആയിട്ട് കൊണ്ടുപോയത് ചൈനക്കാരൻ. അതുകൊണ്ട് ഇപ്പം പൊതുവെ ആളുകൾ പറയുന്നത് ഇത് ചൈനക്കാരുടെ ചികിത്സയാണ്. നല്ല നമുക്ക് അഭിമാനിക്കാനുണ്ട്, ഇന്ത്യയുടെയാണ്. അവർ നമ്മളിൽ നിന്ന് പിന്നെ പഴക്കിയെടുക്കുന്നത്. സർവോദയ കേന്ദ്രം ഡയറക്ടർ പുതുശ്ശേരി ശ്രീനിവാസൻ അധ്യക്ഷനായ യോഗത്തിൽ പ്രമുഖ അക്യുപ്രഷർ ചികിത്സകൻ സാം എബ്രഹാം ഓമലൂർ ഊർജ്ജ ചികിത്സയെ ജനകീയവൽക്കരണം എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തി. ഒയിസ്ക ജില്ലാ സെക്രട്ടറി കെ സോമശേഖരൻ, പ്രമുഖ എനർജി ഹീലർ സി ദേവരാജൻ, വൈദ്യമഹാസഭ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ മാനാർജി രാധാകൃഷ്ണൻ, ജില്ലാ പ്രസിഡന്റ് പി എം സാബു, ലത അശോക് കുമാർ, ഇ വി കോമളം, എം ജയകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. അനുസ്മരണ യോഗത്തെ തുടർന്ന് അക്യുപ്രഷർ ചികിത്സാ ക്യാമ്പ് നടത്തി. UTV ന്യൂസ്, പാലക്കാട്.